ഒരുപാട് ആളുകളുടെ പരാതിയാണ് ഞങ്ങൾ പഠിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല, അതല്ല എന്നുണ്ടെങ്കിൽ പഠിച്ചിട്ടും അത് തലയിൽ കയറുന്നില്ല എന്നുള്ളതൊക്കെ. ഇത് എന്തുകൊണ്ടാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നത്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സയൻസ് ഓഫ് ലേണിംഗ്. ഓക്കെ, ഇത് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഈ എക്സ്പെരിമെൻ്റ് ഭാഗമായിട്ട് ചില വാക്കുകൾ നിങ്ങൾ സ്ക്രീനിൽ കാണും. ഇതുപോലെ ഈ വാക്ക് നിങ്ങൾക്കറിയാമല്ലോ, ഫാമിലി എന്നാണ് ഇത് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുക അല്ലേ. ഇനി അടുത്തൊരു വാക്ക് നമുക്ക് കാണാം. ഈ വാക്കിൽ ആക്ച്വലി 2 ലെറ്റേഴ്സ് ബ്ലാങ്ക്ഡ് ഔട്ട് ആണ്, പക്ഷെ നിങ്ങൾ എന്നാലും അത് വായിച്ചിട്ടുണ്ടാകും, കാരണം നിങ്ങൾ ഇതിനോട് ഫെമിലിയർ ആണ്. ബനാന എന്നാണ് ഇത് വായിക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ കുറച്ച് വാക്കുകൾ അടുത്തതായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ ആ വാക്കുകൾ ജസ്റ്റ് ശ്രദ്ധിക്കുക. ഈ എക്സ്പെരിമെന്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പഠനത്തിൽ എവിടെയാണ് പ്രശ്നം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ വാക്കുകൾ കണ്ടാലോ. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് മേ ബി ഒരു അര മിനിറ്റ് സമയം എടുത്തിട്ട് വീഡിയോ ജസ്റ്റ് പോസ് ചെയ്യുക. ഒരു അര മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് സമയം മാക്സിമം എടുത്തിട്ട് നിങ്ങൾ ആ കണ്ട വാക്കുകളൊക്കെ ഒന്ന് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലോ ജസ്റ്റ് ഒന്ന് എഴുതാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന പോലെ മതി, നിങ്ങൾക്ക് കിട്ടണമെന്നൊന്നുമില്ല. ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ്, നിങ്ങൾ ശ്രമിക്കുക. 1000-ലധികം സ്റ്റുഡൻസിൽ ആക്ച്വലി ഞാൻ ഈ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് എന്താ എന്നുള്ളതും ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഈ എഴുതി കഴിഞ്ഞ് ഞാൻ ആ വാക്കുകൾ ഫുള്ള് സ്ക്രീനിൽ കാണിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എത്ര വാക്കുകൾ ബ്ലാങ്ക്ഡ് ഔട്ട് ആയിട്ടുള്ള എത്ര വാക്കുകൾ നിങ്ങൾക്ക് ശരിയായി, നോൺ ബ്ലാങ്ക്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എത്ര വാക്കുകൾ ശരിയായി എന്നുള്ളത് മേ ബി നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ എഴുതുക. വാക്കുകളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി സ്ക്രീനിൽ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾക്കൊന്ന് കറക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ബ്ലാങ്ക്ഡ് ഔട്ട് ആയിട്ടുള്ള വേർഡ്സ് ആണോ അല്ലെങ്കിൽ നോൺ ബ്ലാങ്ക്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണോ നിങ്ങൾക്ക് കൂടുതൽ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കൂടുതൽ റീകളക്ട് ചെയ്യാൻ ശ്രമിച്ചത്? ഞാൻ 1000-ലധികം 1000 അല്ല 2000 3000 അധികം സ്റ്റുഡൻസിന് ഞാൻ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഒരുപാട് റിസർച്ച് പേപ്പേഴ്സ് ഇതിലുണ്ട്. അപ്പോൾ അതിലൊക്കെ മനസ്സിലാവുന്നത് ബ്ലാങ്ക്ഡ് ഔട്ട് ആയിട്ടുള്ള വേർഡ്സ് ആണ് ആളുകൾ കൂടുതൽ റിമെമ്പർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് വളരെ പെക്യുലർ ആയിട്ടുള്ള റിസൾട്ടാണ്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇതിനെയാണ് നമ്മൾ ജനറേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ജനറേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, വി ഓട്ട് ടു റിമെമ്പർ, നമ്മൾ കൂടുതലും റിമെമ്പർ ചെയ്യുക അല്ലെങ്കിൽ റീകളക്ട് ചെയ്യുക എന്താണ്, വാട്ട് വി ട്രൈ ടു ജനറേറ്റ് റാദർ ദാൻ വാട്ട് വി ട്രൈ ടു റീഡ്. നമ്മൾ വായിക്കുന്നതിനേക്കാളും നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൂടുതൽ റിമെമ്പർ ചെയ്യുക അല്ലെങ്കിൽ റീകണക്ട് ചെയ്യുക എന്നുള്ളതാണ് ജനറേഷൻ എഫക്റ്റ് പറയുന്നത്. വളരെ രസകരമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഫുൾ ആയിട്ടുള്ള വേർഡ്സിനേക്കാളും പാർഷ്യൽ ആയിട്ടുള്ള വേർഡ്സാണ് നമ്മൾ കൂടുതലും റിമെമ്പർ ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്താണ്? കാരണം ഫുൾ ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത് അത് നമുക്കറിയാം. വളരെ സബ് കോൺഷ്യസ് ആയി നമ്മുടെ മൈൻഡിലുള്ള കാര്യമാണ് നമുക്കറിയാം. നമുക്ക് അറിയുന്ന നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ്. പക്ഷേ ഉദാഹരണത്തിന് ഫാമിലി എന്നുള്ള വേർഡ് എടുക്കുമ്പോൾ ഇതെനിക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ്. നേരെ മറിച്ച് ബനാന എന്നുള്ളത് നമ്മൾ വായിക്കുമ്പോൾ പോലും സബ് കോൺഷ്യസ്ലി നമ്മൾ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ ഇന്ന ലെറ്റേഴ്സ് മിസ്സിംഗ് ആണ്, അങ്ങനെ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആക്ച്വലി നമ്മുടെ ബ്രെയിനിന് നമ്മൾ വർക്ക് കൊടുക്കുന്നു. ബ്രെയിനിന് വർക്ക് കൊടുക്കുമ്പോഴാണ് ആക്ച്വലി നന്നായിട്ട് ലേണിംഗ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ 2 തരത്തിലുള്ള ലേണിംഗ് ആണുള്ളത്. നമ്മൾ വെറുതെ ഒരു കാര്യം വായിച്ച് പോവുകയാണെങ്കിൽ, മേ ബി ടെക്സ്റ്റ് ബുക്കോ മറ്റു കാര്യങ്ങളൊക്കെ വായിച്ച് പോവുകയാണെങ്കിൽ അത് എന്താണ്, അതൊരു പാസീവ് ലേണിംഗ് ആണ്.
ഓക്കെ. എന്നാൽ നേരെ മറിച്ച് ഇവിടെ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ അവിടെ നമ്മൾ ആക്ച്വലി നമ്മുടെ ബ്രെയിനിന് വർക്ക് കൊടുക്കുന്നു. ഏതുപോലെ നമുക്കൊരു വലിയൊരു വെയിറ്റ് നമുക്ക് ലിഫ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് തന്നെ നമുക്കൊരു 50 കിലോ ലിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. നമ്മൾ മേ ബി നമ്മൾ ജിമ്മിൽ പോകേണ്ടി വരും, നമ്മുടെ മസിൽസൊക്കെ ബിൽഡ് ചെയ്യേണ്ടി വരും. ഈ മസിൽസൊക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ വെയിറ്റ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ? അപ്പോൾ നമ്മുടെ മസിൽസിന് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അതേപോലെ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ആക്ച്വലി വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ വെറുതെ ഒരു കാര്യം റീഡ് ചെയ്യുമ്പോൾ വായിക്കുമ്പോൾ അങ്ങനെ റീകളക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കാരണം നമ്മുടെ ബ്രെയിനിന് നമ്മൾ വർക്ക് കൊടുക്കുന്നില്ല. എന്നാൽ നമ്മുടെ ബ്രെയിനിന് നമ്മൾ ആക്റ്റീവ്ലി വർക്ക് കൊടുത്താൽ, നമ്മുടെ ബ്രെയിനെ കൊണ്ട് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, റീഡ് ചെയ്യാനല്ല ജനറേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ വെക്കാൻ സാധിക്കും. ഇതാണ് ജനറേഷൻ എഫക്റ്റ് ആക്ച്വലി നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് ലേണിംഗ് മെത്തേഡ്സ് ജനറലി നമ്മൾ പഠിക്കാൻ എന്താ ഉപയോഗിക്കാറ്? നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കും, നമ്മൾ നോട്ട്ബുക്ക് വായിക്കും, നമ്മൾ നോട്ട്ബുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കി പകർത്തി എഴുതും അല്ലേ? നമ്മൾ ഹൈലൈറ്റ് ചെയ്യും. ഇതെല്ലാം ആക്ച്വലി പാസീവ് ലേണിംഗ് ടെക്നിക്സ് ആണ്. ഇതിലൊന്നും ഒരു ജനറേഷൻ എഫക്റ്റ് വരുന്നില്ല. അപ്പം നമ്മുടെ ലേണിംഗ് ടെക്നിക്സ് ജനറേഷൻ എഫക്റ്റുകളിലോട്ട് മാറ്റിയാൽ, ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണം പറയാം. കൂടുതൽ എക്സാമ്പിൾസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ ഒരു പാഠം, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ബയോളജിയിൽ പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ഒരു പാഠം നിങ്ങൾ പഠിക്കാൻ എടുക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ ആ പ്ലാൻ കിങ്ഡം എടുത്ത് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക്, റിവിഷൻ ആണല്ലോ പ്രധാനം, റിവിഷന് ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മേ ബി യു ക്യാൻ ട്രൈ ടു റീകളക്ട്. അതിനാണ് ഫ്രീ റീകോൾ എന്ന് പറയാം. നിങ്ങൾ വെറുതെ ഇരുന്ന് ആലോചിക്കുക, എനിക്ക് എന്തൊക്കെ പ്ലാൻ കിങ്ഡത്തിൽ നിന്ന് അറിയാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒരു നോട്ട്ബുക്കിൽ സമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എവിടെയും നോക്കാതെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളോ നോട്ട്ബുക്കുകളോ ഒന്നും നോക്കാതെ സമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതും, നമ്മൾ ബ്രെയിൻ ഉപയോഗിച്ച് നമ്മൾ റീജനറേറ്റ് ചെയ്യും. അപ്പോൾ ആ കാര്യം ഒന്നുകൂടി നമുക്കറിയാം, ബ്രെയിനിൽ ന്യൂറൽ പാത്വേസ് ഉണ്ട്, അതിൽ സൈനാപ്സസ് ഉണ്ട്. ഈ സൈനാപ്സസ് ആക്ച്വലി സ്ട്രോങ്ങർ ആകുമ്പോഴാണ് നമ്മുടെ ലേണിംഗ് കുറച്ചുകൂടി എഫക്റ്റീവ് ആവുക. ഓക്കെ, അപ്പോൾ ഈ സൈനാപ്സ് ഒന്നുകൂടി സ്ട്രോങ്ങർ ആവും, നമ്മുടെ ലേണിംഗ് കുറച്ചുകൂടി എഫക്റ്റീവ് ആവും. ഇതുപോലത്തെ ഒരുപാട് ലേണിംഗ് ടെക്നിക്സ് നമുക്ക് ജനറേഷൻ എഫക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലേണിങ്ങിൻ്റെ ഒരു സയൻസ്, അതിൽ ജനറേഷൻ എഫക്റ്റിനുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലായി എന്ന് കരുതുന്നു. കൂടുതൽ ലേണിംഗ് ടെക്നിക്സ് ഞാൻ അടുത്ത എപ്പിസോഡിൽ വിവരിക്കുന്നതാണ്. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ ദാറ്റ് ദിസ് വീഡിയോ will reach a lot of people and I think this is a very, very important video in learning. Okay, bye.